മനുഷ്യരുണ്ട് ഇവിടെ എന്ന് തെളിയിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് പറയുന്നത്. സാധാരണ വാഹനമൊന്ന് ഉരസിയാൽ നഷ്ടപരിഹാരത്തിന് വേണ്ടി പരസ്പരം പ്രശ്നമുണ്ടാക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ആളുകളും. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്ത ഒരു സംഭവം നടന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഷാർജയിൽ. രണ്ട് സുഹൃത്തുക്കൾ ഒരു മീറ്റിംഗിനായി ഷാർജയിൽ വരികയായിരുന്നു. അവർ മടങ്ങുന്ന നേരത്ത് അവരുടെ വണ്ടിയിൽ ചെറിയൊരു സ്ക്രാച്ച് കാണുന്നത്. ഇടിച്ച വണ്ടി കാണാത്തത് കൊണ്ട് തന്നെ അവർ തിരിച്ചു പോകാൻ മടങ്ങുമ്പോഴായിരുന്നു കൗതുകകരമായിട്ടുള്ള ഒരു കാഴ്ച കാണുന്നത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഹനത്തിന്റെ സൈഡിലായിട്ട് 100ന്റെ 5 നോട്ടുകൾ അവർ കണ്ടു. വാഹനത്തിൽ വന്ന് തട്ടിയ കാറിന്റെ ഉടമ കൊണ്ടുവച്ചതാണ്. പണം കൊണ്ടുവച്ചതിനല്ല, മറിച്ച് തനിക്ക് പറ്റിയ തെറ്റ് അത് മനസ്സിലാക്കി അത് തിരുത്താനുള്ള ഒരു മനസ്സ് ആ അപരിചിതം കാണിച്ചല്ലോ. അത് എന്തായാലും ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യം തന്നെയാണ്. സുരക്ഷിതമായ വിമാനയാത്രയ്ക്കായി യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഓരോ വിമാനയാത്രയിലും ജീവനക്കാർ സുരക്ഷിതമായ മാർഗനിർദ്ദേശം തരാറുണ്ട്. പലരും ആ സമയത്ത് ഫോൺ നോക്കാറാണ് പതിവ്. എന്നാൽ ഇനി മുതൽ അങ്ങനെ ചെയ്യാതെ സുരക്ഷാ കാർഡിലെ വിവരങ്ങൾ, എമർജൻസി എക്സിറ്റ്, അടിയന്തര ഘട്ടങ്ങളിൽ എങ്ങനെ ഇരിക്കണം, ഇതെല്ലാം ക്യാബിൻ ക്രൂ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. യാത്രയിലുടനീളം സീറ്റ് ബെൽറ്റ് നിർബന്ധമായും ധരിക്കണം. അതും വയറിൽ ധരിക്കാതെ ഇടുപ്പിന് താഴെ വേണം ധരിക്കാൻ. റേഡിയോ സിഗ്നലുകളും മറ്റു മുഖേനയാണ് പൈലറ്റ് കൺട്രോൾ റൂമുമായിട്ട് സംസാരിക്കുന്നത്. യാത്രക്കാർ മൊബൈൽ ഉപയോഗിച്ചാൽ ഗ്രൗണ്ടും പൈലറ്റും തമ്മിലുള്ള സിഗ്നലുകളിൽ തടസ്സം സൃഷ്ടിക്കുമെന്നതിനാൽ ഫോൺ ഉപയോഗം ഒഴിവാക്കാം. എമർജൻസി എക്സിറ്റ് ഏതാണെന്ന് അറിയണം. വിമാനത്തിനുള്ളിൽ വെറുതെ നടക്കാതിരിക്കുക. വാഷ്റൂമിൽ പോയി വേഗം തിരിച്ചെത്തി സീറ്റ് ബെൽറ്റ് നിർബന്ധമായും ധരിക്കണം. ഇസ്രായേൽ ഇറാൻ സംഘർഷം മൂലം സ്വർണ്ണവില കുത്തനെ ഉയർന്നു. ഒറ്റയടിക്ക് ഗ്രാമിന് 4 ദിർഹം വരെയാണ് വർദ്ധിച്ചത്. 24 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 408.75 ദിർഹത്തിൽ നിന്ന് 412.75 വർദ്ധിച്ചു. യുദ്ധഭീതിയിൽ കൂടുതൽ സുരക്ഷിതമായ സ്വത്ത് എന്ന നിലയിൽ സ്വർണത്തിൽ നിക്ഷേപിക്കാൻ കൂടുതൽ പേർ രംഗത്ത് വന്നതോടെയാണ് സ്വർണ്ണവില കുതിച്ചുയരാൻ കാരണമായത്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ സ്വർണത്തിന് മാത്രം ഗ്രാമിന് 14 ദിർഹമാണ് വർദ്ധിച്ചിട്ടുള്ളത്. UAEയിൽ മലയാളികളായ നിരവധി പേർ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഷുറൻസ് മേഖലയിൽ വലിയ തോതിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കുകയാണ് UAE. കമ്പനികളുടെ വലിപ്പമനുസരിച്ചാണ് സ്വദേശിവൽക്കരണം അനുപാതം കണക്കാക്കുക. 2 മുതൽ 19 ജീവനക്കാരുള്ള കമ്പനികളിൽ വർഷത്തിൽ കുറഞ്ഞത് ഒരു സ്വദേശിയെ നിയമിക്കണമെന്നാണ് പദ്ധതി. 2027-2030 കാലയളവിൽ 50% മുതൽ 60% വരെ സ്വദേശിവൽക്കരണമാണ് ലക്ഷ്യമിടുന്നത്. റോഡ് മുറിച്ച് കടക്കൽ, സ്കൂട്ടർ അപകടം, ഇങ്ങനെ 5 മാസത്തിനുള്ളിൽ 13 മരണമാണ് ദുബായ് പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ ദുബായ് പോലീസ് നിശ്ചിത സ്ഥലത്തല്ലാതെ റോഡ് മുറിച്ച് കടക്കുന്നതിന് 28,000-ലധികം പിഴകൾ ചുമത്തിയിട്ടുണ്ട്. തിരക്കേറിയതും ജനസാന്ദ്രതയുള്ളതുമായ പ്രദേശങ്ങളിൽ റോഡ് മുറിച്ച് കടക്കലും സ്കൂട്ടറുകളുടെ സുരക്ഷിതമല്ലാത്ത ഉപയോഗവും ഗതാഗത സുരക്ഷയ്ക്ക് കാര്യമായിട്ടുള്ള വെല്ലുവിളികളാണെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.